ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഹിന്ദുക്കളും പ്രതികരിക്കാൻ പഠിച്ചു. ഇതുവരെ ഇസ്ലാമിസ്റ്റുകൾ മാത്രമായിരുന്നല്ലോ പ്രതികരിച്ചു കൊണ്ടിരുന്നത്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ ഞങ്ങൾക്ക് സംവരണം വേണം, ഞങ്ങൾക്ക് ആനുകൂല്യം വേണം. ഹിന്ദു ക്രിസ്ത്യൻ കോളേജുകളിൽ ചെന്നിട്ട് ഞങ്ങൾക്ക് നമസ്കരിക്കാൻ സ്ഥലം വേണം, ഇവിടെ ഞങ്ങൾക്ക് ഉറക്കെ ബാങ്ക് വിളിക്കണം, ഞങ്ങൾക്ക് അല്ലാഹു അക്ബർ എന്ന് പറയാൻ തോന്നുമ്പോഴൊക്കെ അല്ലാഹു അക്ബർ എന്ന് പറയണം. നീറ്റിന് പോലും ഞങ്ങളുടെ പെൺകുട്ടികളെ പരിശോധിക്കാൻ പാടില്ല, ഞങ്ങളുടെ ID കാർഡുകൾ പാടില്ല. ഏറ്റവും ഒടുവിലായി ഓപ്പറേഷൻ തിയേറ്ററിൽ ഞങ്ങൾക്ക് ഹിജാബ് വരെ വേണമെന്നായി. പൊതുനിരത്തിൽ നമസ്കരിക്കണം, ഞങ്ങൾക്ക് നബിദിനത്തിന് ഘോഷയാത്രകൾ സംഘടിപ്പിക്കണം, ആന വേണം, അമ്പാരി വേണം, ഇതെല്ലാം ഞങ്ങൾക്ക് ചെയ്യണം. എല്ലാം ഞങ്ങൾക്ക് എന്ന ഒരൊറ്റ ധാരണയും ആവശ്യവും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇസ്ലാമിക ഭീകരതയെ ഭയപ്പെട്ട് മറ്റുള്ളവരാരും തിരിച്ച് പ്രതികരിക്കാതെയായി. അവർക്കൊക്കെ ഭയം തോന്നി തുടങ്ങി. അവർ ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ മാത്രം മുൻനിർത്തി ഇസ്ലാം മാത്രമാണ് ലോകാവസാനം വരെ നിലനിൽക്കുന്നതെന്ന് പറഞ്ഞു നിർത്തിയില്ല. അവർ ഹൈന്ദവ പ്രമാണങ്ങളെ വലിച്ചു കീറി ഊട്ടിച്ചു. ക്രൈസ്തവ പ്രമാണങ്ങളെയും അതുപോലെ അവർ വിമർശിക്കാൻ തുടങ്ങി. സ്നേഹസംവാദം എന്ന പരിപാടിയിലൂടെ അവർ അവരുടെ ആശയങ്ങൾ വളർത്തുകയും അവരുടെ മതത്തെ വളർത്തുകയും മറ്റുള്ള ആളുകൾക്ക് പ്രതികരിക്കാൻ പോലും സാധിക്കാത്ത വിധം അവരെ തളർത്തുകയും ചെയ്തു. ഒരുപാടായാൽ അങ്ങനെയാണല്ലോ, അമിതമായാൽ അധികമായാൽ അമൃതും വിഷമെന്നല്ലേ നമ്മുടെ നാട്ടിൽ പറയാറുള്ളത്. ഇവര് കേമമായിട്ട് അങ്ങോട്ട് കയറി. വേദങ്ങൾ പറഞ്ഞ്, ഉപനിഷത്തുകൾ പറഞ്ഞ്, സ്മൃതികൾ പറഞ്ഞ്, ശ്രുതികൾ പറഞ്ഞ്, ബൈബിളുകൾ പറഞ്ഞ്, ഉത്തമഗീതങ്ങൾ പറഞ്ഞ്, ഭഗവത്ഗീത ദാ ഇങ്ങനെ, നിങ്ങളുടെ സുവിശേഷങ്ങൾ ഇതാ ഇങ്ങനെ, ഞങ്ങളുടേതാണെങ്കിലോ 10 മാറ്റ്. ശരിയെന്നാ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഇത് പഠിക്കാൻ തുടങ്ങി. ഇത് പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് പോക്കാണെന്ന്. അങ്ങനെ അവരും അവരുടെ മതപ്രമാണങ്ങളിൽ വെച്ചിട്ട് ഇസ്ലാമിക പ്രമാണങ്ങളെ വിമർശിക്കാൻ തുടങ്ങി. ഒരു സംവദിക്കാം. ഈ കാലഘട്ടത്തിൽ പിൻപറ്റാൻ പറ്റുന്ന പ്രവാചകന്റെ 10 മാതൃക പറയും. ഒരു മാതൃകയ്ക്ക് 2 ലക്ഷം രൂപ തരാം. ഇതിലും വലിയ ഒരു വെല്ലുവിളി സ്വപ്നത്തിൽ മാത്രമേ ഉള്ളൂ. ഈ കാലഘട്ടത്തിൽ പിൻപറ്റാൻ പറ്റുന്ന മുഹമ്മദ് നബിയുടേത് മാത്രമായിട്ടുള്ള മാതൃക പറയുക. 10 മാതൃക പറഞ്ഞു 20 ലക്ഷം രൂപയും കൊണ്ട് പോകാം. എന്തേ ദാരിമിമാരുണ്ട്, സഖാഫിമാരുണ്ട്, സുല്ലമിമാരുണ്ട്, സലഫിമാരുണ്ട്, സലാഹിമാരുണ്ട്, എന്തേ ആരും തയ്യാറാകാത്തത്? അയ്യോ, ലോക ജനങ്ങൾക്ക് മൊത്തം ഉത്തമ മാതൃകയായിട്ട് അല്ലാഹു അയച്ച റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോക ജനങ്ങൾക്ക് കാരുണ്യമായി കൊണ്ടയച്ച പ്രവാചകന്റെ മാതൃക നിങ്ങൾക്ക് പറ്റില്ലേ പറയാൻ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പ്രവാചകന് നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞ ആ 10 മാതൃകകള്, ലക്ഷക്കണക്കിന് മാതൃകകളല്ലേ വാരി വിതറിയിരിക്കുന്നത് ഗ്രന്ഥങ്ങളിൽ. ഒരു 10 മാതൃക പറഞ്ഞ് 20 ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയി കൂടെ? ഒരെണ്ണം പറഞ്ഞൂടെ 2 ലക്ഷം കിട്ടുമല്ലോ. ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും നേരം വെളുത്തു. അവരെ പ്രതികരിക്കാൻ പഠിച്ചു. അവർ തിരിച്ച് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഇപ്പോ മൈക്ക്, നിങ്ങൾക്ക് 1 കിലോമീറ്ററിനകത്ത് 5ഉം 10ഉം പള്ളികൾ വെച്ചിട്ട് ഉറക്കെ വിളിച്ചു പോവാൻ കുഴപ്പമില്ല അല്ലേ? ഞങ്ങളുടെ ശബ്ദമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം വല്ലപ്പോഴും വിളിക്കുന്നത്. അത് കൊള്ളാലോ. ഇതുവരെ 5 നേരത്തെ ബാങ്ക് വിളിക്കെതിരെ ഒന്നും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒന്നും പ്രതികരിച്ചിരുന്നില്ല. ഇപ്പൊ അവർക്ക് തോന്നിയ അങ്ങനെ അങ്ങ് വിട്ടുകൊടുത്താൽ അത് ശരിയാകത്തില്ലല്ലോ. ഇപ്പോ ശബ്ദത്തെ സംബന്ധിച്ച് ഭയങ്കരമായ പ്രശ്നങ്ങൾ. ഗണേശോത്സവത്തിന് ശബ്ദം പറ്റില്ല, ഉച്ചഭാഷണി പറ്റില്ല. കാരണം മറ്റുള്ളവർക്ക് സമാധാനത്തോടു കൂടി കിടന്നുറങ്ങണം. അതിന് മാത്രമാണോ പ്രശ്നം? ഗണേശോത്സവത്തിന്റെ ശബ്ദം മാത്രമാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? അവരും പ്രതികരിച്ചു തുടങ്ങി. അനുവദനീയമായ ശബ്ദപരിധിക്കപ്പുറം ഉച്ചഭാഷണികളും ശബ്ദ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നത് ഗണേശോത്സവത്തിൽ ദോഷകരമാണെങ്കിൽ പെരുന്നാള്, ഈദ്, നബിദിനം, ഈ ഘോഷയാത്രകളിലും അതേ ഫലം തന്നെയാണ് ജനങ്ങൾക്കുണ്ടാകുന്നത് എന്ന് ബോംബെ ഹൈക്കോടതിയുടെ വിധി. ഈദ്, നബിദിനം ഇതൊക്കെ ആഘോഷവേളകളല്ലേ? ഇതിനകത്തൊക്കെ DJ ഉപയോഗിക്കാറില്ലേ? ലേസർ ലൈറ്റുകൾ ഉപയോഗിക്കാറില്ലേ? ഈ ഉപയോഗം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. ഇത് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഒരു കൂട്ടം പൊതു താൽപര്യ ഹർജികൾ പരിഗണിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ
ജസ്റ്റിസ് അമിത് ബോർക്കർ ഇവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഈ കാര്യത്തിൽ തീർപ്പുണ്ടാക്കിയത്. ഉയർന്ന ഡെസിബൽ ശബ്ദ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിന് അനുമതി നൽകുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ പൗരസമിതികളോടും പോലീസിനോടും നിർദ്ദേശിക്കണമെന്ന് ഹർജിക്കാർ ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടു. ആഘോഷത്തിന് DJ സംവിധാനങ്ങളും ലേസർ ലൈറ്റുകളും ഉപയോഗിക്കണമെന്ന് ഖുർആനോ ഹദീസോ നിർദ്ദേശിക്കുന്നില്ല എന്ന് അവർ അവകാശപ്പെട്ടു. 2000 ശബ്ദ മലിനീകരണ നിയന്ത്രണ ചട്ടങ്ങൾ പ്രകാരം അനുവദനീയമായ പരിധിക്കപ്പുറം ശബ്ദം പുറപ്പെടുവിക്കുന്ന ശബ്ദ സംവിധാനങ്ങളുടെയും ഉച്ചഭാഷിണികളുടെയും ഉപയോഗം നിരോധിക്കണമെന്ന് ഗണേശോത്സവത്തിന് തൊട്ടുമുമ്പ് കഴിഞ്ഞ മാസം ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. ഈ മുൻ ഉത്തരവിൽ ഈദിനെ കൂടി ചേർക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം അഭിഭാഷകൻ ഒവൈസ് പെച്കർ കോടതിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ പൊതു ഉത്സവങ്ങൾ എന്ന് അന്നത്തെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിന്റെ പ്രത്യേക ആവശ്യമില്ല എന്ന് ബെഞ്ച് പറഞ്ഞു. ഗണേശ ചതുർത്ഥിക്ക് ഹാനികരമാണെങ്കിൽ ഈദ് സെലിബ്രേഷനും ഹാനികരമാണ് ഈ ശബ്ദമലിനീകരണം. ഹർജികൾ തീർപ്പാക്കിക്കൊണ്ട് കോടതിയുടെ വിധി വന്നു. ലേസർ ലൈറ്റുകളുടെ ഉപയോഗം മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ദോഷഫലങ്ങൾ സംബന്ധിച്ച് ശാസ്ത്രീയമായ തെളിവുകൾ കാണിക്കാൻ ബെഞ്ച് ഹർജിക്കാരോട് ആവശ്യപ്പെട്ടു. ഇത്തരം ഹർജികൾ സമർപ്പിക്കുന്നതിന് മുമ്പ് കൃത്യമായ ഗവേഷണം നടത്തണമെന്നും ബെഞ്ച് നിർദ്ദേശിച്ചു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഗവേഷണം നടത്താത്തത്? നിങ്ങൾ അതിൽ വിദഗ്ധരല്ല. മനുഷ്യർക്ക് ദോഷം വരുത്തുന്നു എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്തിടത്തോളം അത്തരമൊരു പ്രശ്നത്തെ എങ്ങനെ ഞങ്ങൾ ന്യായീകരിക്കും? ബെഞ്ച് ചോദിച്ചു. ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകാൻ ഹർജിക്കാർ കോടതികളെ സഹായിക്കണമെന്നും കൂട്ടിച്ചേർത്തു. ഒരു മതവിഭാഗത്തിന് മാത്രം എന്തുമാകാം, മറ്റൊരു മതവിഭാഗത്തിന് ഒന്നുമാകാനും പറ്റില്ല. ഇവർക്ക് ഘോഷയാത്രകൾ പറ്റും. ഇപ്പൊ നോക്ക്, വയനാട് ദുരന്തം നടന്നു. അതുകൊണ്ട് ഓണമായാലും ഏതാഘോഷമായിരുന്നാലും ശരി, എല്ലാ മതവിഭാഗത്തിന്റെയും ആഘോഷങ്ങൾ ലളിതവൽക്കരിച്ച് മുന്നോട്ട് പോകാൻ നമ്മുടെ കേരളം തീരുമാനിച്ചു, പ്രഖ്യാപിച്ചു. പക്ഷേ ആരാണ് ലളിതമായി കൊണ്ടുപോകാൻ ശ്രമിച്ചത്? ആരാണിത് ആഡംബരമാക്കാൻ ശ്രമിച്ചത്? നിബിദിനത്തിന് പോത്തിറച്ചി വേണമെന്ന് പള്ളി കമ്മിറ്റിയിൽ ഒരു കൂട്ടർ വേണ്ട, ചിക്കൻ ബിരിയാണി മതിയെന്ന് പരസ്പരം തമ്മിലടിച്ച് തല്ലിക്കീരി കിട്ടിയ കസേരയൊക്കെ എടുത്ത് പള്ളിയിലെ മൊയ്ലിയാറുടെ തലക്കടിച്ച് വെട്ടിക്കീരിതാ കിടക്കുന്നു നിരന്ന ആശുപത്രിയിൽ ആളുകൾ. എന്തിനായിരുന്നു ഇതൊക്കെ? നബി ജനിച്ചത് ഒരു ദിവസം, മരിച്ചത് ഒരു ദിവസം. നബിയുടെ ചരമദിനം ആഘോഷിക്കുന്നതിന് വേണ്ടിയാണോ ഈ ഭക്ഷണം കൊണ്ടുള്ള അമിതമായ ആറാട്ട്? പട്ടിണി കിടന്ന് സഹിക്കാൻ പറ്റാതെ പടച്ചട്ട ഊരി പണയം വെച്ച പ്രവാചകന്റെ ധീരസാഹസികത കഥകളാണ് ഇവര് പ്രസംഗിക്കുന്നത്. മരുഭൂമിയിലൂടെ നഗ്നപാതനായി നടന്ന പ്രവാചകന്റെ ചരിത്രങ്ങളായി ഇവര് പറയുന്നത്. വിശന്നൊട്ടിയ വയറുമായി നടന്ന് മൃദുവായൊരു റൊട്ടിക്കഷ്ണം പോലും കഴിച്ചിട്ടില്ലാത്ത പ്രവാചകന്റെ പ്രശംസിക്കുന്ന കാര്യങ്ങളാണ് ഇവര് പറഞ്ഞു നടക്കുന്നത്. എന്നിട്ട് ഇവരോ ഭക്ഷണത്തിന് വേണ്ടി നബിയുടെ ജന്മദിനം പ്രമാണിച്ചിട്ട് തമ്മിലടി. പട്ടിണി കിടന്ന് മരിച്ച പ്രവാചകനെ കുറിച്ചിട്ടാണ് ഇവര് പറഞ്ഞു നടക്കുന്നത്. ഓലക്കീറിൽ കിടന്നുറങ്ങിയ പ്രവാചകൻ. ഇവന്മാരൊക്കെ ഇന്നിങ്ങനെയാണോ ജീവിക്കുന്നത്? ഒരുത്തൻ നടന്ന് ഹജ്ജിന് പോയി എന്താ ചെയ്തത്? ബ്രാൻഡായിട്ടുള്ള ഷൂസിന്റെ ഒക്കെ അംബാസഡർ ആയിട്ടോ മാറി ഒരു കാലത്ത്. ഇപ്പതാ ബംഗാളികളെ പറ്റിച്ച് സുന്ദരമായിട്ട് ജീവിച്ചു പോകുന്നു. ആത്മീയതയുടെ പിന്നിലുള്ള തട്ടിപ്പുകളുടെ വശങ്ങളാണിതൊക്കെ. നന്ദി.